പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കണ്ണുകളടച്ച് രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് ഹൃദയത്തിൽ നീ അത് കാണണം. ദേ നീ നിൽക്കുന്നത് ഒറ്റയ്ക്കല്ല, ഇതാ പരിശുദ്ധ അമ്മയുടെ കൂടെ ഒരുപറ്റം ദൈവജനത്തിന്റെ കൂടെ പ്രാർത്ഥിക്കുകയാണ്. ഈ പോട്ടാശ്രമത്തിന്റെ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ സഹോദര സഹോദരി, നീ വിശ്വസിക്കൂ, നീ ഇത് ഹൃദയത്തിൽ ഏറ്റെടുക്കൂ. നീ ഒറ്റയ്ക്കല്ലെന്ന്. നിന്റെ ജീവിതത്തിലെ കണ്ണുനീരും ഭാരവുമായിട്ട് ഇവിടെ വന്ന് ദൈവത്തിനു മുമ്പിൽ രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ നീ കാണണം, ദേ നിന്റെ കൂടെ ഒരുപറ്റം ദൈവജനമുണ്ട്, പരിശുദ്ധ അമ്മയുടെ നേതൃത്വമുണ്ട്. നിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ കൃപ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നീ ആര് തന്നെയും ആയിക്കൊള്ളട്ടെ, നിന്റെ ജീവിത അവസ്ഥ എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, ദേ പരിശുദ്ധാത്മാവ് അതിശക്തമായിട്ട് നിന്റെ മേൽ പ്രവർത്തിക്കുന്നു. സഹോദര സഹോദരി, വിശ്വസിക്കൂ, വിശ്വസിക്കൂ. ഇവിടെ ആരെങ്കിലും ചിന്തിക്കുകയാണ്, എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടാൻ യോഗ്യതയൊന്നുമില്ല, ഞാൻ പാപിയാണ്, അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. കാരണം പരിശുദ്ധാത്മാവ് നിനക്കുള്ളതാണ്, പരിശുദ്ധാത്മാവ് എനിക്കുള്ളതാണ്. നമ്മുടെ ബലഹീനതയിൽ നമ്മളോടൊത്ത് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണല്ലോ. ആഗ്രഹിച്ചേ, ഇന്നതാ ഇവിടെ വന്നിട്ടുള്ളവരുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ഉള്ളിലുള്ള മരവിപ്പിനെ, നിന്റെ ഉള്ളിലുള്ള അസ്വസ്ഥതയെ പരിശുദ്ധാത്മാവ് ഇതാ ബലപ്പെടുത്തുകയാണ്. നീ അസ്വസ്ഥപ്പെടേണ്ടെന്ന്, ഭാരപ്പെടേണ്ടെന്ന് പരിശുദ്ധാത്മാവ് നിന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണെന്ന്. കുറേ വല്ലാത്ത ഭാരം, വീട്ടിലെ ചില കഷ്ടപ്പാടും സങ്കടവും സംശയങ്ങളൊക്കെ ഉള്ളിലുണ്ട്. വിഷമിക്കേണ്ട സഹോദരി, ദേ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്ക്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ശിഷ്യന്മാരുടെ മേൽ പറന്നിറങ്ങിയതുപോലെ എൻ്റെ മേലും പറന്നിറങ്ങണം. ഈ ശുശ്രൂഷ സമയത്ത് എനിക്കൊരു കാണപ്പെടുന്ന അത്ഭുതമടയാളം വേണം. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരടയാളം എനിക്ക് വേണം, ഒരത്ഭുതം എനിക്ക് വേണം. ചോദിച്ചു മേടിക്കണം, ചോദിച്ചു മേടിക്കണം. ഓരോരുത്തരും ആഗ്രഹിക്കണം, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരടയാളം, ഒരത്ഭുതം ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ കൺവെട്ടത്ത് സംഭവിക്കട്ടെ, എൻ്റെ ഉള്ളിൽ സംഭവിക്കട്ടെ. ആഗ്രഹിച്ച ഓരോരുത്തരും ആഗ്രഹിക്കുന്നതനുസരിച്ച് അത് നമുക്ക് അനുഭവിക്കാൻ പറ്റും കേട്ടോ. നോക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ നിന്നു പോകും. മറ്റുള്ളവരെങ്ങനെ പ്രാർത്ഥിക്കുന്നുവെന്ന് നോക്കിക്കൊണ്ട് നിന്നാൽ അങ്ങനെ നിന്നു പോകും. നീ ഇത് വെറുതെ കാണാൻ വന്നതല്ലെന്ന്, മറിച്ച് വലിയൊരു അഭിഷേക ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നതാ. എന്തോ ആയിക്കൊള്ളട്ടെ നിന്റെ വിഷയം എന്തോ ആയിക്കൊള്ളട്ടെ. വീട് ജപ്തി നോട്ടീസ് നിന്റെ വീട്ടിൽ ഒട്ടിച്ചല്ലേ, നീ വിഷമിക്കണ്ടെന്ന്, ഭാരപ്പെടണ്ടെന്ന്. ദാ കുടുംബനാഥ, ഇപ്പോ ഇവിടെ വെച്ച് നീ പ്രാർത്ഥിക്ക്. പരിശുദ്ധാത്മാവ് നിനക്ക് വഴി തുറക്കും, പരിശുദ്ധാത്മാവ് നിനക്ക് വഴി തുറക്കും. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് പന്തക്കുസ്താ നാളിൽ ശിഷ്യന്മാരുടെ മേൽ അഭിഷേക കാറ്റായി പറന്നിറങ്ങിയ പരിശുദ്ധാത്മാവെ ആഗ്രഹിച്ചേ, പ്രാർത്ഥിച്ചേ. പന്തക്കുസ്താ നാളിൽ ശിഷ്യന്മാരുടെ മേൽ അഭിഷേകക്കാറ്റായി പറന്നിറങ്ങിയപ്പോൾ, ആമേൻ, അഗ്നിച്ചിറകുകളാൽ തീനാവുകളാൽ യെസ് പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ സംഭവിക്കട്ടെ. അഗ്നിച്ചിറകുകളാൽ തീനാവുകളാൽ ഓ ഹോളി സ്പിരിറ്റ് പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ. യെസ് യെസ്, കവിയണമേ എന്റെ മേൽ. പരിശുദ്ധാത്മാവേ നിറയണമേ, കവിയണമേ. നിറയണമേ, കവിയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. എന്റെ കർത്താവേ, ഇപ്പോ ഈ വ്യക്തി പ്രാർത്ഥിക്കുന്ന നിയോഗത്തിൽ പരിശുദ്ധാത്മാവ് ഒന്ന് ഇടപെടണം. പരിശുദ്ധാത്മാവേ, ഈ സമയത്ത് ഈ വ്യക്തിയിൽ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകി ഈ വ്യക്തിയുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. ഈ വ്യക്തിയുടെ ഉള്ളിലുള്ള സംശയങ്ങൾ മാറണം. ഒത്തിരി പേര് വലിയ സംശയത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ചില കാര്യങ്ങളെക്കുറിച്ച് വല്ലാത്ത ഭാരവും സംശയവും.
എന്താണ് ചെയ്യേണ്ടെന്ന് അറിഞ്ഞുകൂടാതെ സങ്കടപ്പെടുന്ന ചിലരുണ്ട്. വിഷമിക്കണ്ട, ഒരല്പസമയം സ്തുതിച്ച് പന്തക്കുസ്താ നാളില് ശിഷ്യന്മാരുടെ മേല് അഗ്നി ചിറകുകളായിട്ട് പറന്നിറങ്ങിയ അതേ പരിശുദ്ധാത്മാവ് ഈ വ്യക്തിയിൽ നിറയട്ടെ, ഈ വ്യക്തിയിൽ നിറയട്ടെ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ, എല്ലാവരുടെ മേൽ നിറയട്ടെ. ഓ ഹോളി സ്പിരിറ്റ്, ഓ ഹോളി സ്പിരിറ്റ്, ഓ ഹോളി സ്പിരിറ്റ്, എംപവർ, അനോയിന്റ്, ഇൻഫിൽ, ഓ ഹോളി സ്പിരിറ്റ്. എല്ലാവരും സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഓ ഹോളി സ്പിരിറ്റ്, അഭിഷേകമേ, ആരാധനാഭിഷേകമേ, ഭാരം മാറട്ടെ, കെട്ടുകളടിയട്ടെ, ദൈവശക്തി വെളിപ്പെടട്ടെ, ഉണർവിന്റെ ആത്മാ വെളിപ്പെടട്ടെ, ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ, കെട്ടുകളടിയട്ടെ. ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ വലിയ ദൈവശക്തി വെളിപ്പെടട്ടെ. ഓ ദൈവമേ, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, 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 ഓ പരിശുദ്ധാത്മാവേ. പന്തക്കുസ്താ നാളിൽ ശിഷ്യന്മാരുടെ മേൽ അഭിഷേകക്കാറ്റാൽ പറന്നിറങ്ങിയപ്പോ ആമേൻ അഗ്നിച്ചിറകുകളാൽ തീനാവുകളാൽ പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അഗ്നിച്ചിറകുകളാൽ തീനാവുകളാൽ പറന്നിറങ്ങണമേ. പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നിറയണമേ, നിറയണമേ, യെസ്, കവിയണമേ. ആമേൻ. പരിശുദ്ധാത്മാവേ, നിറയണമേ, നിറയണമേ, ആമേൻ. കവിയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഈ വ്യക്തിയുടെ മേൽ ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് പരിശുദ്ധാത്മാവേ ഒരു അത്ഭുത ശക്തിയായി ഈ വ്യക്തിയിൽ വെളിപ്പെടട്ടെ. ഈ വ്യക്തിയുടെ ഉള്ളിലുള്ള എല്ലാ ഭാരവും പരിശുദ്ധാത്മാവെ ഏറ്റെടുക്കണമേ, നിയന്ത്രിക്കട്ടെ. പരിശുദ്ധാത്മാവെ, ഈ വ്യക്തി എന്തിനെക്കുറിച്ചാണോ ഭാരപ്പെടുന്നത് ആ വിഷയത്തിന് ഒരു ഉത്തരം നൽകി ഈ സമയം ഈ വ്യക്തിയെയും ഈ വ്യക്തിയുടെ നിയോഗങ്ങളെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവെ, കാലാകാലങ്ങളായി ഈ വ്യക്തിയെ കെട്ടിയിട്ടിരിക്കുന്ന തിന്മയുടെ എല്ലാ പൂട്ടുകളും അഴിക്കണമേ. പരിശുദ്ധാത്മാവെ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത വണ്ണം ഈ വ്യക്തിയെ ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ മേഖലകൾ കെട്ടിയിട്ടിരിക്കുന്നെങ്കിൽ ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് അന്ധകാര ശക്തികൾ കെട്ടുവിട്ടു പോവട്ടെ. പരിശുദ്ധാത്മാവെ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ വ്യക്തിയുടെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ ഈ വ്യക്തി അനുഭവിക്കുന്ന രോഗപീഠകളും രോഗം വരുത്തുന്ന ദുഃഖങ്ങളും രോഗം വരുത്തുന്ന സകല തരത്തിലുള്ള ആ അണുക്കളും ഈ ശുശ്രൂഷ സമയത്ത് കർത്താവെ വിട്ടുപോവട്ടെ. പരിശുദ്ധാത്മാവെ, അത്ഭുതകരമായ ശക്തി ഈ വ്യക്തിയുടെ കുടുംബത്തിലേക്ക് ഈ വ്യക്തി ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ വ്യക്തിയുടെ കുടുംബത്തിലേക്ക് പരിശുദ്ധാത്മാവെ ഒരു അത്ഭുതകരമായ ശക്തി ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ഈ വ്യക്തിയുടെ കുടുംബത്തിൽ സംഭവിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കരത്തിന് കീഴിൽ വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചൊരിയും. ശ്രദ്ധി പറഞ്ഞ ഹാലേലുയ, 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 ഹാലേലുയ. കൈകൾ കൂപ്പി കണ്ണുകളടച്ച് ഈ ആരാധന സമയം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ പോവുക. പരിശുദ്ധാത്മാവേ, അത്ഭുതകരമായ ഒരു ശക്തി എൻ്റെ ഹൃദയത്തിൽ നിറയണം. പരിശുദ്ധാത്മാവേ, എന്നെ പഠിപ്പിക്കണം. പരിശുദ്ധാത്മാവേ, എന്നെ പഠിപ്പിക്കണം. എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, വ്യക്തികളെ തിരിച്ചറിയാൻ, എൻ്റെ ഇഷ്ടം നോക്കാതെ അവരുടെ ഇഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ കർത്താവേ എനിക്ക് ശക്തിയും ബലവും വേണം.
ഈശോയെ, ഈ ആരാധന സമയം എൻ്റെ മേൽ അത്ഭുതകരമായി അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ഇടപെടണം. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആരെയെങ്കിലും ഇഷ്ടമല്ല, അങ്ങനെയുള്ളവരുണ്ടാവും. ചില ആളുകളുടെ പെരുമാറ്റ ശൈലികൾ ഇഷ്ടമല്ല, ചിലരുടെ സംസാരമോ അവരുടെ പ്രവൃത്തികളൊന്നും നമുക്ക് ചേർന്ന് പോകുന്നില്ല. നമ്മുടെ ഉള്ളിൽ വല്ലാത്ത ഭാരമുണ്ട്. ഇവരോട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും, ഇവരെങ്ങനെ കൈകാര്യം ചെയ്യും, വല്ലാത്ത ഭാരമാണ്. അതോടൊപ്പം തന്നെ നിങ്ങളെ ഇഷ്ടമല്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ പെരുമാറ്റം കാണുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട്, ഇവർക്ക് എന്നെ ഇഷ്ടമല്ല. നമ്മളെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറിപ്പോവുക, നമ്മളോട് സംസാരിക്കുന്നില്ല, നമ്മളെ അവഗണിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഇഷ്ടമല്ലാത്തവരും നമുക്കിഷ്ടമല്ലാത്തവരെയും ഈ പരിശുദ്ധ അൾത്താരിൽ സമർപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ഉള്ളിൽ ഇവരെ അംഗീകരിക്കാനും സ്നേഹിക്കാനും കൃപ വേണം. പ്രത്യേകിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ വിവാഹമോചനം, അപ്രകാരമുള്ളൊരു അവസ്ഥയിലേക്ക് പോകുന്ന ഏതെങ്കിലും ബന്ധങ്ങളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ. ഏതെങ്കിലും കാര്യത്തിൽ ചേരുന്നില്ല, ഏതെങ്കിലും തരത്തിൽ എപ്പോഴും അസ്വസ്ഥത, അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ടാവും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. കർത്താവേ, ഇപ്രകാരമുള്ള ബന്ധങ്ങളിൽ അങ്ങ് അതിശക്തമായിട്ട് ഇടപെടണമേ. ഒരുപക്ഷെ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളുടെ നേരെ വിപരീതമുള്ള ചില സ്വഭാവമുള്ളവർ നിങ്ങൾക്കെതിരെ അസ്വസ്ഥതയുണ്ടാക്കുന്നു, നിങ്ങളെ വിഷമിപ്പിക്കുന്നു, ഭാരപ്പെടുത്തുന്നു. അങ്ങനെ ഉണ്ടാവും. ഈശോയെ, ആ മേഖലകളെല്ലാം സമർപ്പിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ വല്ലാണ്ട് ഒറ്റപ്പെട്ട ഒരു അനുഭവത്തിലായിരിക്കും. വീടുകളിലൊക്കെ ചിലപ്പോൾ ഒറ്റപ്പെടും. കാര്യം ശരിയാണ്, ഒത്തിരി പേരുണ്ട്, പക്ഷേ ആരും നമുക്ക് കൂടെയില്ല എന്നൊരു ചിന്ത. ആർക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഞാൻ ഏകനാണ്, ഏകയാണ്, ആരും എൻ്റെ കൂടെയില്ല. ഓ ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് അപ്രകാരമുള്ള എല്ലാ അനുഭവങ്ങളെയും സമർപ്പിക്കുന്നു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ഈ സമയത്ത് സ്തുതിച്ച് പാടി പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. ആരാധിക്കുന്ന ദൈവജനത്തിൻ്റെ മേൽ കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചൊരിയും. എൻ്റെ സഹോദര, എൻ്റെ സഹോദരി, നിന്റെ ജീവിത അവസ്ഥ എന്താണോ അത് ഇപ്പോൾ കരങ്ങളിൽ ഉയർത്തി അതൊരു സ്തുതിപ്പാക്കി മാറ്റുന്ന സമയം. നിന്റെ കണ്ണുനീരെന്താണോ അത് സ്വർഗത്തിലേക്ക് ഉയർത്തി അതൊരു സ്തുതിപ്പാക്കി മാറ്റുമ്പോൾ നിന്റെ പരാതിയുടെ മുകളിൽ കർത്താവ് ഇടപെടും. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് നിന്റെ പരാതി, നിന്റെ ദുഃഖം, നിന്റെ കണ്ണുനീര് ഏതാണോ ആ വിഷയങ്ങൾ കരങ്ങളിലേക്ക് ഉയർത്തിപ്പിടിച്ച്, ഉയർത്തിയ കൈകൾ ശൂന്യമാണ്. ഇതാ സ്വർഗം തുറക്കുന്നൊരു പ്രാർത്ഥനാ ശുശ്രൂഷയിൽ നമ്മൾ പങ്കുചേരുകയാണ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച്, എൻ്റെ ദൈവജനമേ, ഈ നിമിഷം നീ ആഗ്രഹിക്കണം, യേശുവേ എന്ന് വിളിക്കണം. നാവ് തുറന്ന് ഹൃദയം തുറന്ന് നീ ഈശോയെന്ന് വിളിക്കണം. നിന്റെ വിളിപ്പുറത്ത് നിന്നെ രക്ഷിക്കാൻ കടന്നു വരുന്നവനുണ്ട്. ഇതാ അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ വഴികാട്ടിയ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേലും പ്രവർത്തിക്കുന്നു. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ആരാധിക്കുന്ന ദൈവജനത്തിന്റെ ശക്തി ഈ കൂടാരത്തിൽ മുഴുകട്ടെ. ഈ പോട്ടാശ്രമത്തില് ഇന്നോളം അനുഭവിച്ചിട്ടുള്ള അത്ഭുതങ്ങളോടും അടയാളങ്ങളോടും ചേർത്ത് വെച്ചുകൊണ്ട് ഇന്ന് ഈ വെള്ളിയാഴ്ച ദിനത്തിൽ ഇതാ ദൈവജനവും പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരപ്പെടട്ടെ. നാവിന്റെ എല്ലാ കെട്ടുകളും അഴിയപ്പെടട്ടെ. നിന്റെ ഹൃദയത്തിന്റെ ഭാരങ്ങൾ അഴിയപ്പെടട്ടെ. കൈകൾ ഉയർത്തി, സ്വരമുയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ആബാ പിതാവേ എന്ന് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ എന്ന് പ്രാർത്ഥിക്കട്ടെ. അടുത്ത് നിൽക്കുന്നവര് എങ്ങനെ പ്രാർത്ഥിക്കുന്നുവെന്നല്ല, മറിച്ച് നീ എങ്ങനെ പ്രാർത്ഥിക്കുന്നുവെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കൈകൾ ഉയർത്തിപ്പിടിച്ച് നിനക്ക് എങ്ങനെയെല്ലാം പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാ പ്രചോദനം നൽകുന്നുണ്ടോ അതുപോലെ പോരാ പോരാ പോരാ. കരങ്ങൾ ഉയരട്ടെ, സ്വരം ഉയരട്ടെ. യേശു നാമത്തിന്റെ ശക്തി ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. യേശു നാമത്തിന്റെ ശക്തി ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. കൈകൾ ഉയർത്തി ഒരൊറ്റ വിളി, എന്റെ ഈശോ. വചനത്തിൽ നമ്മൾ പഠിച്ചതുപോലെ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ, സ്നേഹിക്കാനുള്ള വലിയൊരാഗ്രഹം അത് പരിശുദ്ധാത്മാവ് നമുക്ക് സമ്മാനിക്കും. ഒരുപക്ഷെ നമ്മുടെ മാനുഷികമായ കഴിവ് കൊണ്ട് അത് സാധ്യമാകണമെന്നില്ല. എന്നാൽ
പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഒരു ദൈവീക സ്വഭാവം നൽകുകയാണ്. വിശ്വസിക്കുക. ഓ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിമിഷം തന്നെ എൻ്റെ ഉള്ളിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്ന ചിലർക്ക് മറ്റു ചിലര് നമ്മളിൽ ഏൽപ്പിച്ച ചില സംഭവങ്ങൾ, ചില അനുഭവങ്ങൾ തലയ്ക്കകത്ത് ഇങ്ങനെ കിടക്കുന്നു, വിഷമിപ്പിക്കുന്നു. ആ മേഖലകൾ സമർപ്പിക്കുക. പ്രത്യേകിച്ച് ചില ആളുകൾ എന്നോട് ഇങ്ങനെ പെരുമാറിയല്ലോ, ആ വിഷമം ഉള്ളിൽ കിടക്കുന്നവരുണ്ട്, സമർപ്പിച്ചോളൂ. ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ചില കാര്യങ്ങളിൽ ഇടപെട്ടത് വലിയ വിഷമമായവരിവിടെയുണ്ട്. വല്ലാത്ത സങ്കടം ഉള്ളിലുള്ളവരുണ്ട്. എന്നാലും അവരെന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, എന്നാലും അവൾ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, ഞാനത് പ്രതീക്ഷിച്ചില്ല. എന്നെക്കുറിച്ച് അവരിങ്ങനെ കഥകളുണ്ടാക്കിയല്ലോ, എന്നെക്കുറിച്ച് അവരിങ്ങനെ പറഞ്ഞല്ലോ, എന്നെ പരിഗണിച്ചില്ലല്ലോ, എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചില്ലല്ലോ, എന്നെ ഒറ്റപ്പെടുത്തിയല്ലോ എന്നുള്ള വല്ലാത്ത സങ്കടം ഉള്ളിലുണ്ടാവും. ഒരു ഹൃദയഭാരം. ഈശോയെ, അങ്ങയുടെ സ്നേഹമായ പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ഹൃദയത്തിലെ ഈ ഭാരത്തെ അങ്ങ് കൈകാര്യം ചെയ്യണമേ. കർത്താവെ, അങ്ങ് ഇടപെടണമേ, അങ്ങ് എന്നിൽ ഇടപെടണമേ, ഈ ഭാരത്തെ മാറ്റണമേ. കർത്താവ് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകരുടെ ഉള്ളിൽ വളരെ ശക്തമായിട്ട് ഇടപെടുന്നുണ്ട്, വളരെ ശക്തമായിട്ട്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഒരു സഹോദരന് ഉറക്കം കിട്ടാതെ വല്ലാണ്ട് ഭാരപ്പെടുന്ന സഹോദരൻ ദേ അവിടെ പ്രാർത്ഥിക്കുന്നു. സഹോദരന്റെ കണ്ണുനീര് കർത്താവ് കാണുന്നു. വിഷമിക്കണ്ട, ഈശോയ്ക്കറിയാം, വിഷമിക്കണ്ട. കർത്താവ് ഈ പ്രശ്നത്തിനൊരു ഉത്തരം നൽകും. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ശ്വാസം കിട്ടാതെ വല്ലാണ്ട് വിഷമിക്കുന്ന മറ്റൊരു സഹോദരൻ ഈ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ആ ഒരു വല്ലാത്ത ശ്വാസമുട്ട് അനുഭവിക്കുന്നുണ്ട് മറ്റൊരു സഹോദരൻ. കർത്താവ് ആ സഹോദരന്റെ ശരീരത്തിന്റെ നിയന്ത്രണം, മനസ്സിന്റെ ഭാരം കർത്താവ് മാറ്റുന്നു. മനസ്സിന്റെ ഭാരം കർത്താവ് മാറ്റുന്നു. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് നിന്നിൽ ഇടപെടുന്നുണ്ട്. അസ്വസ്ഥപ്പെടണ്ട, ഭാരപ്പെടണ്ട. കുടുംബത്തില് ഒരു രോഗിയായ ഒരു വ്യക്തിയെ കാണാൻ വേണ്ടി ഇന്നയാള് വന്നില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്നൊരു കുടുംബത്തിലൊരു രോഗിയുണ്ട്. ആ രോഗിയെ കാണാൻ ഇന്നയാള് വന്നില്ലല്ലോ എന്നൊരു സങ്കടം. അങ്ങനെ സങ്കടപ്പെടുന്ന ചിലരെ കർത്താവ് കാണിച്ചു തരുന്നു. നീ വിഷമിക്കേണ്ട. ആ വ്യക്തി വരാത്തതിനെ ഓർത്തുകൊണ്ട് നീ ആ വ്യക്തിയോട് പക വെച്ച് പുലർത്തേണ്ട, ആ വ്യക്തിയോട് വിരോധം വേണ്ട. കർത്താവ് നിന്നിൽ ഇടപെടുന്നു. കർത്താവ് നിന്നിൽ ഇടപെടുന്ന ആ സംഭവങ്ങളൊക്കെ നിനക്ക് അനുഗ്രഹമാക്കി മാറ്റുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറുപ്പകാലത്തെ ചില സംഭവങ്ങൾ ചിലരുടെ ഉള്ളിൽ വല്ലാണ്ട് ഇങ്ങനെ തികട്ടി വരുന്നു. ചെറുപ്പകാലത്തെ ചില സംഭവങ്ങൾ, കുടുംബത്തിനെതിരെ ചിലർ പ്രവർത്തിച്ചത്, വ്യക്തിക്കെതിരെ ചിലർ പ്രവർത്തിച്ചത്, ഞങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കാൻ ഇന്ന ആളുകൾ എന്തോരം പ്രവർത്തിച്ചിട്ടുണ്ട്. കർത്താവ് ആ വിഷയത്തിൽ ഇടപെടും. നീ പ്രതികാരം ചെയ്യാൻ പോകണ്ട, കർത്താവ് പ്രതികാരം ചെയ്തുകൊള്ളും. നീ അവരോട് ചോദിക്കാൻ പോകണ്ട, കർത്താവ് ആ വിഷയത്തിൽ ഇടപെട്ടുകൊള്ളും. കർത്താവ് ഇടപെടുകയാണ്. മനുഷ്യബുദ്ധിക്ക് മനസ്സിലാകാത്ത കാര്യം കർത്താവ് ചെയ്യും. നിന്റെ ബുദ്ധിക്ക് മനസ്സിലാകാത്ത കാര്യം കർത്താവ് ചെയ്യും. ഒരാൾക്ക് കടം കൊടുത്തു, നാളുകളായി, ഇപ്പൊ കടം കൊടുത്ത പണം ചോദിക്കുമ്പോൾ കൈ മലർത്തുന്നു. വല്ലാത്ത സങ്കടത്തിലല്ലേ ഒരു കുടുംബം പ്രാർത്ഥിക്കുന്നത്. നല്ല കാര്യത്തിന് വേണ്ടി കൊടുത്തതാ, ഇപ്പൊ അത് തിരിച്ചു കിട്ടുന്നില്ല. നിനക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യും. പുറപ്പാട് പുസ്തകം 14:14 നീ ശാന്തമായിരുന്നാൽ മതി, കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നീ ഏറ്റ അപമാനവും നീ ഏറ്റ നിന്ദനങ്ങളും നിന്റെ അടുത്ത തലമുറയ്ക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറട്ടെ. വിശ്വസിക്കൂ. പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് ചില വ്യക്തികളുടെയൊക്കെ മുഖങ്ങൾ മനസ്സിൽ കൊണ്ടുവരും. ചില ആളുകളുടെ മുഖങ്ങൾ മനസ്സിൽ കൊണ്ടുവരും. അവരോടൊക്കെ ക്ഷമിക്കണം, ക്ഷമ ചോദിക്കണം, മനസ്സിൽ സ്നേഹം നിറയണം. സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ, ക്ഷമിച്ച് പ്രാർത്ഥിക്കട്ടെ, അംഗീകരിച്ച് പ്രാർത്ഥിക്കട്ടെ. നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്, നമ്മളെ ഇഷ്ടമല്ലാത്തവരുണ്ട്. കർത്താവേ, ഇതാ 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 കുരിശിലെ ഈശോ ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിക്കുന്നു. കുരിശിലെ ഈശോ ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിച്ചിടുന്നു.
യേശുവേ കുരിശിലന്നീശോ ക്ഷമിച്ചതുപോലെ ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിച്ചിടുന്നു. ഓ കർത്താവേ, ഇവരോട് പൊറുക്കേണമേ. ആമേൻ. നാഥാ, ഇവരോട് പൊറുക്കേണമേ. കർത്താവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു, വിശ്വസിക്കുന്നു. തടസ്സങ്ങൾ മാറട്ടെ, തടസ്സങ്ങൾ മാറട്ടെ. നമ്മളെ ചതിച്ചവരും വിഷമിപ്പിച്ചവരും ഭാരം വഹിച്ചവരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ആരാധന 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 ആരാധന. ഓ കർത്താവേ, ഓ കർത്താവേ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു വീഴ്ചയുടെ ഫലമായി കൈക്കുഴയ്ക്ക് പരിക്കേറ്റ ഒരു വ്യക്തി, ആ വ്യക്തിക്ക് കൈ ഉയർത്താൻ പോലും ബുദ്ധിമുട്ടുണ്ട്. കർത്താവ് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ വ്യക്തിക്ക് ഒരു ബലം നൽകി ആ വേദനയും ആ രോഗപീഠയും എടുത്തു മാറ്റി ആ വ്യക്തിയെ അനുഗ്രഹിക്കുന്നു. ഈശോയുടെ സ്നേഹമാണ് ഒഴുകുന്നത്. പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. മകന്റെ കല്യാണത്തെക്കുറിച്ച് ഓർത്ത് നാളുകളായിട്ട് ഭാരപ്പെട്ടുകൊണ്ടൊരു കുടുംബം കരയുന്നു. കുടുംബാംഗങ്ങളുടെ കണ്ണുനീരിന് ഉത്തരവുണ്ട്. മകൻ ഇവിടെ ഇല്ല, വിദേശത്താണ്. ഈ കുടുംബത്തിന്റെ കണ്ണുനീര് കർത്താവ് കണ്ട് വിദേശത്തുള്ള മകന്റെ കാര്യത്തിൽ കർത്താവ് ഇടപെടുന്നു. വിശ്വസിച്ച് ഏറ്റെടുക്കട്ടെ. നമ്മൾ ഓരോരുത്തരെയും കർത്താവ് അത്ഭുതകരമായി സൗഖ്യപ്പെടുന്ന സമയമാണ്. ഓ പാവനാത്മാവേ,